ഇനി നോക്കാം ടെക് ലോകത്തെ വാർത്തകൾ. ലക്ഷങ്ങൾ കുറഞ്ഞു ബൈക്ക് വിട്ട് കാറ് വാങ്ങാൻ ഓടിക്കൂടി ജനങ്ങൾ. പുതിയ GSTക്ക് പിന്നാലെ റെക്കോർഡ് വിൽപ്പനയുമായി മാരുതി. പുതിയ GST പ്രകാരം മാരുതി സുസുക്കി 2.25 ലക്ഷം രൂപയുടെ വരെ കുറവാണ് വാഹനവിലയിൽ വരുത്തിയത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത റെക്കോർഡ് വിൽപ്പനയാണ് നടക്കുന്നതെന്ന് കമ്പനി. പരിഷ്കരിച്ച GST നിരക്കുകൾ തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നതോടെ രാജ്യത്ത് കുത്തനെ ഉയർന്ന കാറുകളുടെ വിൽപ്പന. 1200 cc വരെയുള്ള പെട്രോൾ എഞ്ചിൻ, LPG, CNG കാറുകൾക്കും 1500 cc വരെയുള്ള ഡീസൽ എഞ്ചിൻ കാറുകൾക്കും GST 28% നിന്ന് 18% കുറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ കാർ വിൽപ്പനയിൽ പുതിയ റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി അറിയിച്ചു. നവരാത്രി ഉൾപ്പെടെയുള്ള ഉത്സവ സീസണായതോടെ റെക്കോർഡ് വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. GST കുറച്ചതോടെ പ്രതിദിനം 15,000-ഓളം കാറുകളാണ് ബുക്കിംഗ് ചെയ്യുന്നതെന്ന് മാരുതി സുസുക്കിയിലെ മാർക്കറ്റിംഗ് വിഭാഗം പറയുന്നു. ഇത് പതിവിലും ഏകദേശം 50% കൂടുതലാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത റെക്കോർഡ് വിൽപ്പനയാണ് നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. GSTക്ക് മുൻപ് കാറിന്റെ ഏറ്റവും കുറഞ്ഞ വില ഏകദേശം 4.5 ലക്ഷമായിരുന്നു. ഇപ്പോൾ അത് 3.4 ലക്ഷമായി കുറഞ്ഞു. ഇരുചക്ര വാഹനത്തിന് പകരം കുറച്ചുകൂടി ചെലവഴിച്ച് ഒരു 4 വീലർ വാങ്ങാൻ ആളുകൾ താൽപര്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രമുഖ ഇറ്റാലിയൻ ഇരുചക്രവാഹന നിർമ്മാതാക്കളായ അപ്രിലിയയുടെ പുതിയ സ്കൂട്ടറായ SR-GP 175 ഇന്ത്യയിൽ പുറത്തിറക്കി. സ്റ്റാൻഡേർഡ് SR 175 മോഡലിന്റെ പ്രത്യേക പതിപ്പാണിത്. GP റെപ്ലിക്ക എന്ന പേരിലാണ് അപ്രിലിയയുടെ പുതിയ മോഡൽ വിപണിയിലെത്തിയിരിക്കുന്നത്. റേസിംഗ് ബൈക്കുകളുടെ രൂപത്തിലുള്ള SR-GP 175 അതിന്റെ സ്പോർട്ടി ലുക്കിലാണ് പ്രധാന ആകർഷണം. ഈ പുതിയ സ്കൂട്ടറിന്റെ ഷോറൂം വില 1.22 ലക്ഷം രൂപയാണ്. ഇത് സ്റ്റാൻഡേർഡ് മോഡലിനേക്കാൾ ഏകദേശം 3000 രൂപ കൂടുതലാണ്. ചുവപ്പും പർപ്പിളും നിറത്തിലുള്ള ഗ്രാഫിക്സ് ഉള്ള മാറ്റ് ബ്ലാക്ക് ബോഡി ഈ സ്കൂട്ടറിന് സ്പോർട്ടി ലുക്ക് നൽകുന്നു. പുതിയ 5.5 ഇഞ്ച് കളർ TFT ഡിസ്പ്ലേ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, പൂർണ്ണ LED ലൈറ്റിംഗ്, USB ചാർജിംഗ് പോർട്ട് എന്നിവ ഈ സ്കൂട്ടറിനെ കൂടുതൽ ആധുനികമാക്കുന്നു. റൈഡിംഗ് സുഖത്തിനായി 14 ഇഞ്ച് അലോയ് വീലുകൾ, ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകൾ, പിൻവശത്ത് മോണോഷോക്ക് സസ്പെൻഷൻ എന്നിവ നൽകിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി മുന്നിൽ 220mm ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഡ്രം ബ്രേക്കും സിംഗിൾ ചാനൽ ABS-ഉം ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സക്കർബർഗിന്റെ AI മോഡൽ ലാമ ഇനി US ഭരണകൂടം ഉപയോഗിക്കും. ഇത് സംബന്ധിച്ച് അനുമതി ലഭിച്ചതായി റിപ്പോർട്ട്. ടെക്സ്റ്റ്, വീഡിയോ, ചിത്രങ്ങൾ, ശബ്ദം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ഡാറ്റകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ലാർജ് ലാംഗ്വേജ് മോഡലാണ് ലാമ. വാണിജ്യ AI ടൂളുകൾ സർക്കാർ പ്രവർത്തനങ്ങളിൽ സമന്വയിപ്പിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. US-ന്റെ പർച്ചേസ് വിഭാഗമായ ജനറൽ സർവീസസ് അഡ്മിനിസ്ട്രേഷൻ ഫെഡറൽ ഏജൻസികൾക്ക് ഉപയോഗിക്കാവുന്ന AI ടൂളുകളുടെ പട്ടികയിൽ ലാമയെ ഉൾപ്പെടുത്തും. സർക്കാരിന്റെ കർശനമായ സുരക്ഷാ നിയമ മാനദണ്ഡങ്ങൾ ലാമ പാലിക്കുന്നുണ്ടെന്നും അതിനാൽ ഏജൻസികൾക്ക് അതിന്റെ പൂർണ്ണ സാധ്യതകൾ പ്രയോജനപ്പെടുത്താമെന്നും GSA അറിയിച്ചു. മെറ്റയ്ക്ക് പുറമെ ആമസോൺ വെബ് സർവീസസ്, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, OpenAI എന്നിവയുടെ AI ടൂളുകൾക്കും GSA അടുത്തിടെ അനുമതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.